Good morning, dear students. How are you all? I hope all of you are fine. Okay. Where we stopped in the last class? Yes, we completed our 20th chapter, adverb and their types. Okay. Today we are going to discuss about our new lesson, prepositions of place, moment and time. Okay. In earlier class we already studied about the prepositions, where we use the prepositions. Okay. Then page number 86. First all of you take page number 86. Page number 86. Page number 86. Okay. Then all of you listen. A preposition is a word that shows the relationship between a noun or pronoun with the other words in a sentence. Okay, what is prepositions? What is prepositions? എന്താണ് prepositions എന്ന് പറയുന്നത്? A preposition is a word that shows that relationship between a noun or pronoun. ഒരു എന്താ നൗണും നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ പ്രോനൗണായിട്ടുള്ള ബന്ധമാണ്. മറ്റ് സെൻറ്റൻസുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വേർഡുകളുമായിട്ടുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉപയോഗിക്കുന്നത് പ്രിപ്പോസിഷൻസ്. Preposition is a word that shows that relationship between noun or pronoun with the other words in a sentence. ഒരു സെൻറ്റൻസിൽ മറ്റ് വേർഡുകൾ നൗണിനും പ്രോനൗണിനും മറ്റ് വേർഡുകളുമായിട്ടുള്ള ഒരു റിലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടൈപ്പ് ഓഫ് പ്രിപ്പോസിഷൻസ്. ഹിയർ type of prepositions ഉണ്ട്. mainly there are 3 type of preposition. Which are they? Preposition of place, preposition of moment, preposition of time. Okay, first we are going to discuss about preposition of place. Preposition of place. Okay, then here all of it listen. Preposition of place. A preposition of place tell us where someone or something is. Preposition of place എന്ന് പറയുന്നത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു, ഒരാൾ എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സാധനം പുസ്തകം ടേബിളിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ അവൻ അവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരാളോ എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹിയർ read the sentence with preposition of place. ഇവിടെ preposition of placeൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. Sarthak lived in Chennai for 5 years. സർദക്ക് എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. സർദക്ക് lived in Chennai for 5 years. എവിടെയാണ്? ചെന്നൈയിലാണെന്ന് പറയാൻ വേണ്ടി വിച്ച് പ്രിപ്പോസിഷൻ ഈസ് യൂസ്ഡ് ഹിയർ? ഇൻ. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ഇൻ. ഓക്കെ, ഇൻ. ദെൻ the statue mounted on the platform is old. The statue mounted on the platform is old. സ്റ്റാച്യു മൗണ്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം എന്താണ്? ഓൾഡാണ്. സ്റ്റാച്യു എവിടെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? ദ സ്റ്റാച്യു മൗണ്ടഡ് ഓൺ ദ പ്ലാറ്റ്ഫോം. എവിടെയാണ്? ഓൺ ദ പ്ലാറ്റ്ഫോമിലാണ് അല്ലേ, പ്ലാറ്റ്ഫോമിലാണെന്ന് പറയാൻ വേണ്ടി വിച്ച് പ്രിപ്പോസിഷൻ യൂസ്ഡ്? ഓൺ. നെക്സ്റ്റ് ഓൺ. Then I found my pencil under the chair. I found my pencil under the chair. എവിടുന്നാണ് കണ്ടെത്തിയത്? അണ്ടർ ദ ചെയർ, ചെയറിൻ്റെ താഴെ നിന്നാണ് അല്ലേ. അപ്പോൾ താഴെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിച്ച് പ്രിപ്പോസിഷൻ ഈസ് യൂസ്ഡ് ഹിയർ? I found my pencil under the chair. Under. Okay, next under. Under. Okay, then a woven rug was spread over the backrest on the sofa. A woven rug
was spread over the backrest of the sofa. എന്താണ് woven rug? woven rug means നെയ്തെടുത്ത വിരിപ്പ്, കമ്പിളി എന്നൊക്കെ പറയാം നമ്മൾ. was spread over the backrest of the സോഫേൻ്റെ എന്താണ് ബാക്ക് റെസ്റ്റ് ഓവർ ദ, ഇതിന് മുകളിലൂടെയാണ് എന്ത് വിരിച്ചിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തത്? ഓവർ. ഓക്കെ, ഓവർ. ഓക്കെ, ദെൻ there is a market near my house. there is a മാർക്കറ്റ് എവിടെയാണ്? നിയർ മൈ ഹൗസ് ആണ് അല്ലേ. നിയർ മൈ ഹൗസ് എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചത്? നിയർ. ദ പ്രിപ്പോസിഷൻ നിയർ ഈസ് യൂസ്ഡ് ഹിയർ. ഓക്കെ, നിയർ. ഓക്കെ, നിയർ. ഓക്കെ, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് നിയർ. ദെൻ Henry waited for us at the bus stop. Henry waited for us at the bus stop. Henry എവിടെയാണ് വെയിറ്റ് ചെയ്തത്? At the bus stop. Which preposition is used here? At. At. Okay, at. Then Farah sits in front of me in class. Where is Farah sits? Farah sits. Where is Farah sits? In front of. In front of. എവിടെയാണ്? In front of. In front of. Okay, in front of. Then Angur sat between Deepak and Paul. Angur sat between Paul and Deepak. Angur എവിടെ ഇരുന്നത്? അങ്കൂർ എവിടെ ഇരുന്നത്? ബിറ്റ്വീൻ ദീപക് ആൻഡ് പോൾ. ദീപക്കിൻ്റെയും പോളിൻ്റെയും ഇടയിലാണ് അല്ലേ. ബിറ്റ്വീൻ എന്നുള്ളത് എവിടെയാണ്? ഇടയിൽ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്കൂർ സാറ്റ് ബിറ്റ്വീൻ. ഹിയർ യൂസ് ദ പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ. Between. Then a huge huge not. I hung my jacket behind the door. I hang my jacket behind the door. എവിടെയാണ് ഹാങ് ചെയ്തത് ജാക്കറ്റ്? behind the door. എവിടെയാണ്? behind the door. which preposition is used here? behind. അപ്പുറത്താണല്ലേ behind. behind the door. Okay, then I sat beside my friend to watch the event. എവിടെയാണ് ഇരുന്നത്? ഞാൻ എവിടെ ഇരുന്നത്? I sat beside my friend. beside means അടുത്ത അരിയിലാണല്ലേ. beside ഫ്രണ്ടിൻ്റെ അടുത്താണല്ലേ ഇരുന്നത്. beside. Okay, then the bigger part of the iceberg is below the water. The bigger part of the iceberg is below the water. എവിടെയാണ്? below the water ആണ്. then below is the another preposition. then the stars twinkled high above us in the night sky. the stars twinkled high above us in the sky. എവിടെയാണ്? above means മുകളിൽ എന്നുള്ള അല്ലേ. മുകളിൽ എന്നുള്ള above മുകളിൽ. above below. above. Okay, then the stars twinkled. My uncle's house is by the river. റിവറിൻ്റെ അടുത്താണ് അല്ലേ. by the river. my uncle's house is by the river. എവിടെയാണെന്നുള്ള അല്ലേ. by is another preposition. next, there is a handwritten letter inside the envelope. there is a handwritten letter inside the envelope. okay, inside എന്താണ്? ഉള്ളിൽ എന്നുള്ളതാണ് അല്ലേ. inside എന്നുള്ളത് ഉള്ളിൽ. inside. inside. Okay, there is an ice cream seller with his wagon just outside our house. there is
an ice cream seller with his wagon just outside our house. എവിടെയാണ്? പുറത്താണല്ലോ, outside. So another preposition, outside. The last one, I bought this dress from the mall. എവിടെ നിന്നാണ്? From mall. From എന്ന് പറയുന്നത് mall. Okay, these are the preposition of place, which are the in, on, under, over, near, at, in front of, between, behind, beside, below, above, by, inside, out, outside and from. Okay, these are the preposition of place. Okay, preposition of place. Then next, prepositions of movement. Preposition of movement. Preposition of movement. Movement. A preposition of movement tells us about the movement of someone or something. എന്തെങ്കിലും ഒരു എന്താണ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്തിൽ? പ്രിപ്പോസിഷൻ ഓഫ് മൂവ്മെൻറ്റിൽ. എ പ്രിപ്പോസിഷൻ ഓഫ് മൂവ്മെൻറ്റ് ടെൽ us about the movement of someone or something. ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ പ്രിപ്പോസിഷൻ ആണല്ലോ പറയുന്നത്. റീഡ് ദിസ് സെൻറ്റൻസ് വിത്ത് പ്രിപ്പോസിഷൻ ഓഫ് മൂവ്മെൻറ്റ്. They quickly climbed up the stairs. Quickly climbed up the എന്താണ്? ട്രീൻ്റെ മുകളിലേക്ക് ഓടി കയറി അല്ലേ? Then up. Here up. മുകളിലേക്ക് കയറിപ്പോയി അല്ലേ? Then Akhil and Karthik walked down the street. Akhil and Karthik walked down the street. എങ്ങോട്ടാണ്? സ്ട്രീറ്റിലേക്ക് നടന്നു പോയില്ലേ? walk down the street. Down. Next down. Hemant dived into the river. Hemant dived into the river. Okay. റിവറിലേക്ക് ഡൈവ് ചെയ്തു അല്ലേ? ഹേമന്ത് ഡൈവ്ഡ് ഇൻ ടു ദ റിവർ. റിവറിൽ എന്താണ്? ഡൈവ് ചെയ്തു എന്നാണല്ലേ? ഹിയർ ഇൻ ടു, വെള്ളത്തിൽ ഇൻ ടു. ദെൻ ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ. ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലൂടെ ജമ്പ് ചെയ്തു. ഓൺ ടു ദ ടേബിൾ. On to. Then father draw us around the city. Father draw us around the city. എന്താ സിറ്റിയിലൂടെ അറൗണ്ട് ചുറ്റിക്കറങ്ങിയതിനുള്ള അറൗണ്ട് എന്ന് പറയല്ലേ? ചുറ്റിക്കറങ്ങുന്നതിനുള്ള അല്ലേ? ഫാദർ ഡ്രോ us around the city. Around. Then the farmer walked across the field. The farmer walked across the field. Across ചുറ്റിനും അല്ലേ? The farmer walked across the ആ ഫീൽഡിന് ചുറ്റും നടന്നു എന്നുള്ളതാണ് അല്ലേ? across. Then go along this street and turn left. Go along this street and turn left. along എന്താണ്? ഉടനീളം അല്ലേ? along. Then we drove through this town last week too. എന്താണ്? ത്രൂ ടൗണിലൂടെ എന്നുള്ളതിനാണ് ത്രൂ ഉപയോഗിക്കുക അല്ലേ? ത്രൂ. Go to bed now. Go to bed now. എവിടേക്കാണ്? ബെഡിലേക്ക്. Go to now. It's a simple prepositions. Okay, then we hurried towards the beach. We hurried towards ബീച്ചിലേക്ക് പെട്ടെന്ന് നടന്നില്ലേ? towards the beach. ബീച്ചിന് നേരെ അല്ലേ? towards. the beach. Next, the horse jumped over the fence. അതിലാണ് ജമ്പ് ചെയ്തത്? over the fence. മുകളിലൂടെയാണല്ലേ ജമ്പ് ചെയ്തത്? over.
Okay, these are the preposition of movement, which are the up, down, into, on to, around, across, along, through, to, towards, over. Okay, these are the preposition of movement. Okay, then last type, preposition of time. Preposition of time. Preposition of time. Preposition of time. Okay, a preposition of time help us to talk about time. A preposition of time help us to talk about time. Time നെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? Preposition of time എന്നുള്ളത്. Okay. Here, my cousins will visit us in February. എന്നാണ്? ഫെബ്രുവരിയിൽ. My cousins will visit us in February. ഫെബ്രുവരിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻ ഉപയോഗിച്ചു അല്ലേ? Here in. Then, Vimal is leaving for Bhutan on 25th September. Vimal is leaving for Bhutan on 25th September. അവിടെ കറക്റ്റ് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഓൺ എന്നുള്ളത് ഉപയോഗിക്കും. ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഓൺ 25th എന്ന് കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഓൺ ഉപയോഗിച്ചത്. ഓക്കെ, അവർ റേസസ് ബീങ് അറ്റ് നൂൺ. Our is being at noon. Okay, here at. Correct കൊടുത്തിട്ടില്ല അല്ലേ? At. Then, I will take a stroll after dinner. I will take a stroll after dinner. Here after another preposition. Then, he shall be back from his friend's house before sunset. He shall be back from his friend's house before sunset. Another preposition, before. Before. Okay, before. In, on, at, after, before. Okay, then page number 87. Page number 87. So much has changed in this town since 2010 മുതൽ എന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ സിൻസ് എന്നുള്ളത് ഉപയോഗിക്കും. 2020 സിൻസ് 2020 എന്ന് പറഞ്ഞാൽ എന്താ? 2020 മുതൽ ഒക്കെ പറയും അല്ലേ? സിൻസ്. അനദർ പ്രിപ്പോസിഷൻ സിൻസ്. സിൻസ്. ഓക്കെ, they have been living in Cork for 50 years now. They have been living in Cork for 50 years now. എന്താണ്? 50 years ആയിട്ട് അവർ അവിടെയാണ്. For 50 years. For is another preposition. They should reach home by 8 p.m. Another preposition, by. By. Okay, then the doctor will be available till 6 o'clock. Here till is using to till starting time only. The doctor will be available till 6 o'clock. Clock means 6 o'clock മുതൽ നമുക്ക് ഡോക്ടർ അവൈലബിൾ ആണ്. Here another preposition, till. The manager spoke impressively during the meeting. The manager spoke impressively during the meeting. Okay. During meeting, എന്താ? During the rain എന്ന് പറയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം അല്ലേ? മീറ്റിംഗ്. ഇവിടെ ഹിയർ മീറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ മീറ്റിംഗിൽ. ഡ്യൂറിങ്. During. Then the event will last from 7 p.m. to 10 a.m. അവിടെ from 7 p.m. to 10 a.m. ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? From എന്നുള്ള preposition ഉപയോഗിക്കും. Okay, these are the preposition of time. In, on, at, after, before, since, for, by, till, during, from. Okay, these are the preposition of time. Okay, then next, all of you listen. Preposition, here some exercise. Fill in the blanks with the prepositions from the box. One has been done for you.
Okay. Here at, to, on, from, in, into എന്നുള്ള preposition കൊടുത്തിട്ടുണ്ട്. Fill in the blanks with the prepositions. Okay. The little boy jumped into the bathtub happily. The little boy jumped into the bathtub happily. Okay, first one is already there. Second one, put this woolen clothes dash the cupboard. Put this woolen clothes dash the cupboard. Which preposition is used here? Cupboardil ennu parayumbo yes, in. Very good of your answer. Put this woolen clothes in the cupboard. In the cupboard. In. Then I met my friends dash the cinema hall. Other place aanale parnathu. In the cinema hall. Then the shopping mall nokka nammal parayale. Then I met the friends. Yes, at the cinema hall. Yes, very good. At the cinema hall. At the cinema hall. Then please keep this oranges dash that plate. Plate സൂക്ഷിക്കാനാ പറഞ്ഞത് അല്ലേ? Please keep this oranges dash that plate. Which preposition here? Yes, on. On. Okay, then I took my pet dog dash its kennel. I took my pet dog dash to its kennel. Yes, 2. Fifth, 2. Then all of you write these answers in your textbook. Okay, then last Saturday I cycled dash my house to the museum. ഒരു കറക്റ്റ് പ്ലേസ് പറഞ്ഞത്. മ്യൂസിയം ടു ഹൗസ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഫ്രം. Okay, from. Okay, here first one into, then second one in, third one at, fourth one on, fifth one to, sixth one from. Okay, all of you write this answer in your textbook. Okay. Then next, B activity. Fill in the blanks with the correct prepositions from the bracket. One has been done for you. Okay, then here the cat hide behind the sofa. First one is already there. Then the ball rolled a little and settled dash the car. Between or under? The ball rolled a little and settled between or under or above? Yes, under. Second one, under. Under. Then third, Gopal swam dash the river to the other side. Gopal side ninnu other side lekku poyi nannalle. Gopal swam the river to the other side. Which is the answer? Across, by, along. Which is across. Third one, across. Across. She is going dash the market now. She is going, symbol. Which preposition is using here? To. She is going to the market now. She is going to the market now. Then last one, sorry, fifth one. Let's go out for an ice cream dash dinner. Ice cream session dinner കഴിക്കാൻ പോവാം. Then which preposition is using here? Till, after, on. Yes, after. After. Then mother should be home dash 3 p.m. Mother should be home dash p.m. In, since, by. By. Yes, very good. By. Okay, this is the answer. Then second one under, third one across, fourth one to, fifth one after, sixth one by.
Okay, this is the answer. Okay, all of you write these answers in your textbook. Then, activity B, sorry C. Look at the picture, list any 6 things that you can see. Then use the words you have, listen along with the preposition in the sentence of your own. One has been done for you. Okay, here's a picture. Then you list 6 things that you can see. ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു 6 തിങ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഉണ്ടാക്കണം. അതിലെന്ത് ഉപയോഗിക്കണം? പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. ദാറ്റ് ഈസ് യുവർ activity to do yourself. Okay, this is prepositions of place, moment and time. Okay, if you have any doubt about this prepositions, you can ask me. Okay, we can meet next class. Thank you.